ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ. ഞങ്ങളുടെ നീതി പ്രവൃത്തി, അത് എന്റെ നല്ല പ്രവൃത്തികൾ എന്താ? കറപുരണ്ട വസ്ത്രമാ. എന്നാൽ അവൻ എന്നെ നീതി എന്ന് അങ്കി ധരിപ്പിക്കും. ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് കറപുരണ്ട വസ്ത്രമാ. ഞാൻ എൻ്റെ വിശുദ്ധിയിൽ ആശ്രയിച്ച് ദൈവസന്നിധി വന്നാൽ അത് കറപുരണ്ട വസ്ത്രമാ. എന്നാൽ അവൻ എന്നെ നീതി എന്ന അങ്കി ധരിക്കും, അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിക്കും. ഹല്ലേലൂയ. അവന്റെ രക്തമാണ് എൻ്റെ യോഗ്യത. അവന്റെ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുചീകരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ യോഗ്യത എന്താ പ്രിയമുള്ളവരെ? നമ്മുടെ യോഗ്യത എന്താ? അവന്റെ രക്തമാണ്. നമ്മുടെ യോഗ്യത എന്താ? അവന്റെ നീതി വസ്ത്രമാണ്. നമ്മുടെ യോഗ്യത എന്താ? അവൻ അണിയിപ്പിച്ച രക്ഷാവസ്ത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രശംസിക്കുവാൻ നമുക്കൊന്നുമില്ല. നമുക്ക് പാടുവാൻ എന്ത് മാത്രമേ ഉള്ളൂ? അവൻ്റെ കൃപയും അവൻ്റെ രക്ഷയും അവൻ്റെ ദയയിലും മാത്രമേ നമുക്ക് പ്രശംസിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അയോഗ്യമായി ഈ അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്താൽ നിങ്ങൾ അവൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയാലുള്ള യോഗ്യതയല്ല. യോഗ്യത അവന്റെ കൃപയാലുള്ള യോഗ്യതയാ. ഇവിടെ പറയുന്ന അയോഗ്യത എന്ന് പറയുന്നത് അത് ചെയ്യുന്ന രീതിയിലുള്ള അയോഗ്യതയാണ്, അല്ലാതെ നമ്മുടെ പ്രവൃത്തിയിലുള്ള അയോഗ്യതകളല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ട്, ഞാൻ തെറ്റ് പറ്റിപ്പോയി, കുറവ് പറ്റിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഇതിലേക്ക് പ്രവേശിക്കാതിരിക്കരുത്. ഈ ശുശ്രൂഷ ഏറ്റെടുക്കാതിരിക്കരുത്. കാരണം ഈ ശുശ്രൂഷ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന എന്താ? അവന്റെ രക്തം എൻ്റെ പാപം പോക്കി ശുദ്ധീകരിക്കും. അവന്റെ രക്തത്താൽ എനിക്ക് നീതി എന്ന അങ്കി ലഭിക്കും. അവന്റെ രക്തം എന്നെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കും. അതിവിശുദ്ധ സ്ഥലത്ത് ഒരുവൻ പ്രവേശിച്ചാൽ ദൈവത്തിന്റെ വിശുദ്ധി എൻ്റെ വിശുദ്ധിയെ തീരും. അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ഒരുവൻ പ്രവേശിച്ചാൽ ദൈവത്തിന്റെ തേജസ് എൻ്റെ പാപത്തെ കഴുകിക്കളയും. അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ഒരുവൻ പ്രവേശിച്ചാൽ ദൈവ സാന്നിധ്യം എന്നെ വിശുദ്ധനാക്കി തീർക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവന്റെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതി എന്ന അങ്കി എന്നെ അണിയിച്ചിരിക്കുന്നു.